ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് ആ മനുഷ്യനോടൊപ്പം നമ്മൾ നിൽക്കുക? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാം, ജനാധിപത്യ അട്ടിമറി. അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് ജനാധിപത്യ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ സപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ആ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പറയുന്നുണ്ട് ഇവിടെ കള്ളത്തരമുണ്ട്. അതും പറഞ്ഞ് അയാൾ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. ദിവസവും ഈ വിഷയത്തിന്റെ പിറകിൽ ആ മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും പോയി, പക്ഷെ അയാൾ പോയില്ല. ആ മനുഷ്യൻ അതിന്റെ വസ്തുതകളെ ചികഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞത് എന്താണോ എന്ന് ഇന്നലെ അക്കമിട്ട് ലോകത്തിന്റെ മുമ്പിൽ അയാൾ പറഞ്ഞു വെച്ചു. നിങ്ങൾ ഓർത്തു നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്നേഹമുള്ളവരെ. അത് പറയുമ്പോ അയാൾ പതറുകയല്ല, അഭിമാനിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗം എന്നതിലേക്ക് എല്ലാ വിയോജിപ്പുകളും ഒരു കോൺഗ്രസ് പാർട്ടിയോട് ഉയർത്തപ്പെടും. ആ കോൺഗ്രസ് പാർട്ടി സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന നിലപാടുകളെ ഞങ്ങൾ അഹമഹിമികയാ പിന്തുണക്കുകയും അവരുടെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. കാരണം അദ്ദേഹം നടത്തിയ പോരാട്ടം അത്രമേൽ വലുതാണ്. സാമൂഹ്യ പ്രവർത്തകരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു. എല്ലാം പറയുന്നതൊന്നുണ്ട്. ഇന്നലെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുക? ഈ ജനാധിപത്യ അട്ടിമറി കണ്ടുപിടിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് കഠിനമായ പരീക്ഷണങ്ങളായിരിക്കും. അപമാനം, ജയിൽവാസം, MP സ്ഥാനം നഷ്ടപ്പെടൽ ഉൾപ്പെടെയുള്ള എന്തും.